ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു കാഡിനെ കുറിച്ച്, അതായത് കോർണറി ആർട്ടറി ഡിസീസ്. അപ്പോൾ അതിൽ ഏകദേശം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റെക്കോർഡ് പ്രകാരം ഒരു 20 ലക്ഷത്തോളം പേര് മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആയുർവേദത്തിലെ ചികിത്സാ രീതി എങ്ങനെയാണ്? ആയുർവേദത്തിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇതൊരു പണ്ട് മുതലേ ആയുർവേദത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഈ അടുത്ത കാലത്തായിട്ടാണ് കൂടുതൽ ആയുർവേദ ഡോക്ടർമാർ ഹൃദ്രോഗം എന്നുള്ള രീതിയിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രക്തം, ഞാൻ നേരത്തെ പറഞ്ഞു രക്തം പൊള്യൂട്ടഡ് ആകുന്നു എന്ന് പറഞ്ഞു. ഈ പൊള്യൂട്ടഡ് ആകുന്ന രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചികിത്സയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇത് പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് തിന്നായി മാറും. ഇപ്പൊ ഹാർഡായിട്ടുള്ള ഈ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർഡായിരിക്കും. ആ ബ്ലഡ് ഈ ബ്ലോക്കുള്ള ഭാഗത്തുകൂടി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കടന്നു പോകാൻ പ്രയാസം വരുമ്പോഴാണ് ഈ ശ്വാസം മുട്ടും നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ വരുമ്പോഴത്തേക്ക് ഈ തിന്നായി കഴിഞ്ഞാൽ, പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്ത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തിന്നാവും. ഈ തിന്നാകുന്ന ബ്ലഡ് ഈ ബ്ലോക്കിന്റെ സൈഡിലുള്ള 30% അല്ലെങ്കിൽ 40%, 50%, 60%, 90% ബ്ലോക്ക് ആണെങ്കിൽ പോലും ആ ഇടയിലുള്ള സ്പേസിൽ കൂടി ഈ തിന്നായിട്ടുള്ള ബ്ലഡ് ഗ്രാജുവലി കടന്നു ഈ ബ്ലോക്ക് ഡിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ലാതായി മാറും.